രസമാകാത്ത പരിപാടി. നമ്മളിന്ന് ഒരു 100 കിലോൻ്റെ ബിരിയാണി പരിപാടിയാണ് ഇവിടെ. അതായത് ഒരു കല്യാണ പരിപാടിയാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മദ്രസ നടക്കുന്ന കല്യാണത്തിൽ നമ്മൾ ബിരിയാണി വയ്ക്കുകയാണ്. 100 കിലോൻ്റെ ഒരു ബിരിയാണി പരിപാടി. ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം, അതായത് ഈവൻ്റ്, ഏത് കല്യാണം അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന ഏതൊരു ഫംഗ്ഷനായാലും ആ ഫംഗ്ഷനുള്ള മൊത്തം A to Z കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരു കോൺട്രാക്ട് ബേസിൽ നടത്തി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഉനൈസ് അതാണ്, ഇവർ 2 ഹെൽപ്പർമാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 100 കിലോൻ്റെ ഒരു പരിപാടിയാണ് കല്യാണത്തിന് നടക്കുന്നത്. അത് മാത്രമല്ല ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കല്യാണം നടക്കുന്നത് ഏകദേശം ഒരു 3 ദിവസത്തെ പരിപാടി ഉണ്ടാവും. കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി തുടങ്ങി ഫുഡ് ഉണ്ടാവും. അപ്പോൾ കല്യാണ ദിവസം 2-3 വിധം ഫുഡ്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒന്നുകിൽ കല്യാണത്തിൻ്റെ അതേ ദിവസം വൈകുന്നേരം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സൽക്കാരങ്ങൾ നടക്കും. അപ്പോൾ ആ സൽക്കാരത്തിന് ഒരുപാട് വിഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുള്ള ഫുഡ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജാണ് ഈ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്നത്. ഇത് കല്യാണം എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഏത് ഫംഗ്ഷനായി കഴിഞ്ഞാലും ആ ഫംഗ്ഷനിലൊക്കെ ഇതുപോലെ നമുക്ക് എന്തൊക്കെ ഫുഡ് വേണ്ടത്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഫുഡ് വേണ്ടെന്നുള്ളൊരു മെനു നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അതൊരു പാക്കേജായിട്ട് നമുക്ക് ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നടക്കുന്ന പരിപാടിയാണത്. അപ്പോൾ ഈ കല്യാണത്തിന് നമ്മളിപ്പോൾ ഇന്നത് വീഡിയോ ഷൂട്ട് ചെയ്യണതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഫംഗ്ഷന്, കല്യാണം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ തലവേദനകളും ഒഴിവാക്കി ഇതുപോലെ ഒരു കോൺട്രാക്ടറെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് ചെയ്തു തരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ഹൈ റേഞ്ചിലും അല്ല, അതേപോലെ തന്നെ ലോ അല്ല, മീഡിയം നമ്മളെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ ഉനൈസിൻ്റെ നമ്പർ ഈ വീഡിയോൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പരിപാടിൻ്റെ സ്വഭാവം, അതായത് ഏത് രീതിയിലുള്ള ഭക്ഷണം നോക്കണം, ഇപ്പോൾ കൂട്ടുകറി, സാമ്പാർ, അങ്ങനത്തെ സദ്യ ആ ഭക്ഷണമായാലും ശരി, ഇല്ലെങ്കിൽ ഇതുപോലെ ബിരിയാണി, അങ്ങനത്തെ ഏത് ഫുഡായാലും നിങ്ങൾ മെനു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു പാക്കേജ് പറഞ്ഞു തരും. അതിനനുസരിച്ച് നല്ല രീതിയിൽ അത് കല്യാണത്തിൻ്റെ തുടക്കം മുതൽ വരും. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഡെക്കറേഷൻ്റെ വർക്ക്, അതായത് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പന്തലിൻ്റെ വർക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ നമ്മളിരിക്കുന്ന സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യണ ആ പരിപാടികളെല്ലാം, ഡെക്കറേഷൻ വർക്കുകളെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും ഈ പാക്കേജ്. അപ്പോൾ നമ്പർ കൊടുക്കാം, അതിൽ ബന്ധപ്പെടും. ഇപ്പോൾ നമുക്ക് ഇന്നിവിടെ ഈ കല്യാണ ഫംഗ്ഷനിൽ ഇവിടെ എന്തൊക്കെ ഫുഡുകൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം. ഇത് കല്യാണത്തിൻ്റെ തലേദിവസമുള്ളൊരു സിമ്പിൾ ഭക്ഷണമാണ്. പിന്നെ പ്രധാനപ്പെട്ട ജോലി കല്യാണ ദിവസത്തേക്കുള്ള ബിരിയാണിക്ക് വേണ്ട ചിക്കൻ ഒക്കെ മസാല ഇട്ട് പൊരിച്ചെടുക്കുന്ന പരിപാടിയാണ്. ബിരിയാണിക്ക് വേണ്ട ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നേരം വെളുത്തു. അത് കഴിയുമ്പോൾ പിന്നെ പൊരിച്ചെടുത്ത് ചിക്കൻ മസാല ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ.
ഇവിടുത്തെ പരിപാടി ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. അതായത് കല്യാണത്തിൻ്റെ തലേദിവസം ഒരു ഫുഡ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, മിക്സ്ഡ് ബിരിയാണി. ആ ബിരിയാണി കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചക്കത്തേക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒരു 100 കിലോ ഉണ്ട്. ചിക്കൻ രാത്രി മൊത്തം അതെല്ലാം പൊരിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് അത് മസാലയിലിട്ടിട്ട് അത് എടുത്ത് വെച്ചത്. പിന്നെ ഒരു ട്രിപ്പ് ചോറ് ആയിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ആ ചോറിലേക്ക് ഇനി ഇത് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി ഇടുന്നതൊക്കെ സെക്ഷനായിട്ടാണ്. ആദ്യം കുറച്ച് അരി നമ്മളിട്ട് അത് വേവിച്ച് റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് അരി ഇനിയിപ്പോൾ ഇടാൻ പോകുന്നതാണ്. എന്തിനു വന്നതാ അവിടെ? എന്തിനു വന്നതാ? എന്തിനു വന്നതാ? പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് കഴിച്ച് കുത്തി വെക്കോന്ന്? എന്ത് കുത്തി വെക്കോന്ന്? അതെന്താ? അതെന്താ? ഫോൺ ചാർജ് കുത്താൻ പറ്റുമോ? ഇപ്പം ഇന്നത്തെ കല്യാണത്തിൽ കല്യാണത്തിൻ്റെ ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിയുമ്പോൾ തന്നെ ഇന്നത്തെ സൽക്കാരോടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 പാർട്ടിനാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ബിരിയാണി വെച്ചിട്ടുള്ളത്. ഇതിലൊരു പാർട്ട് അരിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു പാർട്ട് അരിയിട്ട് വെക്കാൻ പോവാണ്. അതും കൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ അപ്പോഴത്തേക്ക് സൽക്കാരത്തിനുള്ള ഫുഡുകൾ റെഡിയാക്കണം. അതായത് മന്തി അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത് കുറച്ചും കൂടെ ഫുഡുകളുണ്ടാവും, എക്സ്ട്രാ ഫുഡുകളുണ്ടാവും. ഈ കാട പൊരിക്കുന്ന പിന്നെ കുറേ വിഭവങ്ങളുണ്ട്, നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഒരു ചെമ്പ് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ അത് അടുത്തൊരു ചെമ്പ് കയറ്റി വെക്കാൻ പോകുന്നത്. ഇത് ഏകദേശം റെഡിയായി, ദമ്മിട്ട് കഴിഞ്ഞ്. ഓക്കെ,
നമ്മൾ അടുത്ത പാർട്ട് ബിരിയാണി വെക്കാൻ പോവാണ്. ഇതിൽ തീ കൂട്ടിയതിന് ശേഷം ചെമ്പ് വെച്ച് അടുത്ത പരിപാടി. അടുത്ത സെക്ഷനിലുള്ള ചെമ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു, മസാലക്കൂട്ടുകളെല്ലാം ഇട്ടു, എണ്ണ, എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇതിലേക്ക് കഴുകി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി, അതിടും. വെള്ളം തിളച്ചു. നമ്മുടെ കാറ്ററിംഗ് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതൊക്കെ. ഈ പാക്കേജിൽ വരുന്നതാണ്. അപ്പോൾ അവർ ഇപ്പോൾ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റ് ചെയ്യുന്നത്, ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അവർ തന്നെ വന്ന് ഫുള്ള് ചെയ്യും. എല്ലാ പാക്കേജിൻ്റെ ഭാഗം. നമ്മൾ
അപ്പോൾ കല്യാണത്തിൻ്റെ ബിരിയാണി പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ എല്ലായിടത്ത് ആൾക്കാരൊക്കെ വന്നിട്ട് കഴിക്കുന്നതാണ്. അടുത്തത് സൽക്കാരത്തിനുള്ള പരിപാടിയാണ്. കാട പൊരിക്കുക, അതുപോലെ തന്നെ മീൻ പൊരിക്കുക, പിന്നെ ബീഫ് മന്തി ഉണ്ടാക്കുക, പായസം, ഇങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് അടുത്തത്. അങ്ങനെ കാടയും ഫിഷെല്ലാം മസാല ഇട്ട് വെച്ചിരിക്കുകയാണ്. അടുത്തത് ബീഫ് മന്തിക്കുള്ള തയ്യാറെടുപ്പ്. ബീഫ് മന്തി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ടാണ്. ഓക്കെ. ചിക്കൻ പൊരിക്കാനുള്ള സംവിധാനം ചെയ്തോ രുചി കൊണ്ടുണ്ടോ നോക്കി. ഒരു ലിറ്റർ രുചി കൂടി വാങ്ങിക്കോണ്ടി.
പായസത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ.